അനീഷ് ജോർജിൻ്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഓർപ്പ് വീണ്ടും ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ SIR നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള പുരോഗതി എല്ലാവരുടെ മുൻപ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ആദ്യഘട്ടം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള എനുമറേഷൻ ഫേസിലെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫോം കളക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ. ഇതാണ് ആദ്യമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അതിലെ ഏകദേശം 97% എനുമറേഷൻ ഫോംസ് നമുക്ക് 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പൂരിപ്പിച്ച് തിരിച്ച് നൽകാനുള്ള ഫോംസ് നമ്മുടെ BLOമാർ അത് കളക്ട് ചെയ്യണം. അത് നേരിട്ട് വീട്ടിലേക്ക് പോയിട്ട് കളക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ക്യാമ്പ് മോഡായിട്ട് നമുക്ക് എല്ലാ ബൂത്ത് ലെവൽ അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്യാമ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും അത് തിരിച്ച് വാങ്ങാനുള്ള ഒരു പ്രക്രിയ നമ്മൾ ഓൾറെഡി സജ്ജമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോംസിൻ്റെ ഡിജിറ്റൈസേഷൻ ആണ്. അതായത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി ഈ എനുമറേഷൻ ഫോംസ് മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഫോം വിതരണം നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ, അതായത് ട്രിവാൻഡ്രം, എറണാകുളം അർബൻ ഏരിയാസിലാണ് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ന് ഫോംസ് കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യാൻ കൂടി ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്രയോ പെട്ടെന്ന് ആ ഫോം വിതരണം കൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോം പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയ ഏകദേശം നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൈസേഷൻ അടക്കം നമുക്കിപ്പോൾ ആ പ്രക്രിയ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഒരു 10 മണിയുടെ ഡേറ്റ നോക്കുമ്പോൾ ഏകദേശം ഒരു 5 ലക്ഷത്തോളം ഫോംസ് ഓൾറെഡി ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അവരുടെ ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് മൂലമാണ് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം 5 ലക്ഷത്തോളം ഫോംസ് ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജില്ലാ കളക്ടർമാർ, EROമാർ ബൂത്ത് ലെവൽ അടിസ്ഥാനത്തിലെ ഈ പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങാനുള്ള ഒരു പ്രക്രിയ, അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാനുള്ള പ്രക്രിയ ആ ബൂത്ത് ലെവലിൽ തന്നെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഓഫീസേഴ്സ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവർ കോൺസ്റ്റിറ്റ്യൂഷണലി നിയമിച്ചിട്ടുള്ള ഒരു ഭരണഘടനമായിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 13(b)(2) ഓഫ് RP Act 1950 ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാൾ ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം കൺട്രോൾ ഓഫ് ദ ബൂത്ത് ലെവൽ ഓഫീസർ റെസ്റ്റ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ മേൽനോട്ടം, മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ മൊത്തം ഇലക്ഷൻ കമ്മീഷനുടെ അധികാരം അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇവരുടെ മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ കാര്യങ്ങളല്ല ഇലക്ഷൻ കമ്മീഷനുടെ ചുമതലയായിട്ട് അത് മാറും. അതാണ് നിലവിലുള്ള ചട്ടങ്ങൾ, ഇലക്ട്രൽ ലോസ്. ഇപ്പോൾ നമ്മൾ ഈ മൊത്തം SIR ചെയ്ത് വരുന്ന പ്രക്രിയ ഇറ്റ്സ് ഓൺലി ആസ് പെർ ദ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ ലോസ്. അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് 1960, കോണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് 1961 ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇതനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും
നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ചട്ടം അനുസരിച്ചിട്ട് മാത്രമാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് സിഒ, ഡിഒ, ഇആർഒ, എആർഒ, ബൂത്ത് ലെവൽ സൂപ്പർവൈസർ, ബൂത്ത് ലെവൽ ഓഫീസർ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഈ കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹം തന്നെയാണ് ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നതും കൃത്യമായിട്ട് വോട്ടർ ഇലക്ഷൻ സമയത്ത് വോട്ടറുടെ പ്രചരണം, വോട്ടിങ്ങിൻ്റെ പ്രചരണം, വോട്ടർ സ്ലിപ്പ് വിതരണം, പിന്നെ അങ്ങനെ എല്ലാ ബൂത്ത് ലെവൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസറാണ്. ഒരു പ്രാവശ്യം ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ, എവറിത്തിങ് റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ അവരുടെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് മാത്രമായിരിക്കും എന്നുള്ളതാണ് അത് നിലവിലുള്ള ചട്ടം. അത് തന്നെയാണ് എല്ലാവരും പാലിക്കേണ്ടത്. ഇപ്പോൾ അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര നല്ല ഒരു ശതമാനം കാര്യങ്ങൾ SIRൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് സഹായിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി എല്ലാവരെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തന്നെയാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറേ സോഴ്സസ് നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇന്നലെ 2-3 സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഇടുക്കിയിലെ മല്ലപ്പുറത്ത് ജില്ലാ കളക്ടർമാർ തന്നെ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ അവിടെ കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, ആ ജില്ലയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഇൻഫർമേഷന് കുറേ മിസ്ഇൻഫർമേഷൻസ്, ഫേക്ക് ന്യൂസ് BLOയുടെ എതിരെ, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെതിരെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് BLOമാർ തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട്. സോ ഈ കാര്യത്തിൽ എനിക്ക് എല്ലാ ജില്ലാ കളക്ടർമാരോട് ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ എല്ലാ ആൾക്കാരോട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളോട് കൂടി അവരുടെ മുഖാന്തരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനുടെ ജോലി ചെയ്യുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി കൺസിഡർഡ് ആസ് ദ പബ്ലിക് സർവൻറ്റ് ഫോർ വർക്ക് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ CEO എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് BLO. അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ സെക്ഷൻ 121 ഓഫ് BNS, restricting the work or creating a problem for any BLO who is considered as a public servant for the Election Commission of India. അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും ആസ് പെർ സെക്ഷൻ 121. അതിൻ്റെ ക്ലോസ് താങ്കൾ നോക്കാം. മാക്സിമം പണിഷ്മെൻറ്റ് ഓഫ് 10 years ഓഫ് ഇംപ്രിസൺമെൻ്റ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ എതിരെ ഇലക്ഷൻ കമ്മീഷന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ജില്ലാ കളക്ടർമാർ കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും അറിയിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫർമേഷൻസ്, BLOമാർക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൈബർ അറ്റാക്സ്, ഓൺലൈൻ അറ്റാക്ക്, സോഷ്യൽ മീഡിയ അറ്റാക്സ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈബർ പോലീസിൻ്റെ സഹായത്തോടു കൂടി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ആൾക്കാരെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൈബർ ലോസ് അനുസരിച്ചിട്ട് IT ആക്ട് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ DOs മുഖാന്തരം പോലീസിന് അത് കൂടി കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് താങ്കളോട് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ BLOമാർ വീട്ടിലേക്ക് എല്ലാം പോകുമ്പോൾ അവിടെ കുറേ തടസ്സങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. സോ BLOമാർ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യം പോകുന്ന സമയത്ത്
അവർക്ക് ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് അവരെ സഹായിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മുടെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനുടെ പ്രസ് റിലീസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഇന്നൊരു 10 മണിയുടെ ഡേറ്റ് അനുസരിച്ചിട്ട് 55,000 ആൾക്കാരെ നമുക്ക് അൺകളക്റ്റബിൾ ഫോംസായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ BLOമാർ വീട്ടിലേക്ക് പോയിട്ട് ഫോം കൊടുത്തു, കുറേ നമ്മൾ തിരിച്ചു വാങ്ങി, പിന്നെ ഇപ്പോൾ ഡിജിറ്റൈസേഷൻ തുടങ്ങി. ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു കണക്കാണ് അൺട്രേസബിൾ ആയിട്ട് പറയുന്ന 55,000 ഫോംസ്.